ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈവി ട്രേഡിംഗ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ വായിക്കുക. 18 വയസ്സിന് മേലെയുള്ളവർ മാത്രമാണ്, 18+ ആളുകൾ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇന്ന് നമ്മളൊരു കോട്ടക്സിനെ കുറിച്ചാണ് പറയുന്നത്. കോട്ടക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ സ്ട്രാറ്റജികളും ഇൻഡിക്കേറ്റേഴ്സുകളും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിനോമിൻ്റെയും നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് കോട്ടക്സിൻ്റെ ട്രേഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിനോമിനെ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ കോട്ടക്സിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ പോകുന്നത്. ഒരു പുതിയൊരു സ്ട്രാറ്റജീനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പാണ്. ആരെങ്കിലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മായാവി ട്രേഡിങ്ങിന് നമുക്ക് AI സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, AI സിഗ്നൽസിൻ്റെ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ കോട്ടക്സിൻ്റെ ആയാലും ബിനോമിൻ്റെ ആയാലും AI സിഗ്നൽസിൻ്റെ ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് VIP ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പാണ്. ഓക്കെ, കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പാണിത്. ഓക്കെ, അതുപോലെ തന്നെ ബിനോമിൻ്റെ VIP ഗ്രൂപ്പാണിത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അൾട്രാ VIP എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഇത് അൾട്രാ VIP എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പുള്ളതാണ്. ഓക്കെ, ഈ VIP ഗ്രൂപ്പിൽ നമ്മൾ ഒരു മിനിമം നമ്മൾ ക്യാപിറ്റലിൻ്റെ ഒരു 3% പ്രോഫിറ്റ് ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10 സിഗ്നൽ കൊടുത്തു, 10 വിന്നാണ്. അങ്ങനെ ഓരോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100% സെക്യൂർ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണിത്. ഓക്കെ, പിന്നെ എല്ലാം ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ്, ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് അതിനനുസരിച്ചിരിക്കും. എന്തായാലും ശരി, നമ്മൾ മാക്സിമം നമ്മൾ ഇതിൽ പഠിച്ചത് പ്രകാരം ഇത്രയും വർഷം 10 വർഷത്തോളമായി ഇതിൽ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ എങ്ങനെ പോയാലും നമ്മളൊരു പ്രോഫിറ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാനുള്ളത് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അധികം ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇതിൻ്റെ നമ്മുടെ ചാനലിൻ്റെ കാര്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, എന്താണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി? നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികളും ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ വെറും ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ, അല്ലേ? നമ്മുടെ വീഡിയോസുകൾ അത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞ വീഡിയോസുകളേ ഉള്ളൂ നമുക്ക്. എന്തുകൊണ്ടാണ്? ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ മാത്രമേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അല്ലാതെ വലിച്ചു വാരി ഇട്ടിട്ട് ഞാനിത് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഏറ്റവും അടുത്ത് ഞാനൊരു 30-40 ദിവസം മുമ്പ് ഒരു 2 മാസമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. 2 സ്ട്രാറ്റജി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ട്രെൻഡ്. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്ട്രാറ്റജി അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ 2 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസിലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിലേ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചോദിക്കും എന്താണ് ഡെയിലി വീഡിയോസ് വരാത്തതെന്നുള്ള കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ ട്രെൻഡ്. അപ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ പോവുക. എന്നിട്ട് സൂപ്പർ ട്രെൻഡിൻ്റെ എവിടെയാണ് നോക്കാം. ഇവിടെ സൂപ്പർ ട്രെൻഡ് ഇവിടെ അല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഒരു ചേഞ്ചസും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒന്ന് ഗ്രീൻ ഒന്ന് റെഡ് ഒന്ന് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഒരു ചേഞ്ചസും ഇല്ല ഇതിൽ. ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും ഒരു ചേഞ്ചസും നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു ട്രെൻഡിനെ ഒരു ട്രെൻഡിനെ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഗ്രീനുള്ളപ്പോൾ ഒരു ഗ്രീനിൻ്റെ ലൈൻ അടിയിൽ വരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മേലേക്കാണെങ്കിൽ ഇത് ബുള്ളിഷാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ട്രെൻഡ് ആയിരിക്കും. ഈ റെഡ് വന്നു കഴിഞ്ഞാൽ അത് ഡൗൺ ട്രെൻഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ റെഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല. ഈ റെഡിനെ ക്രോസ് ചെയ്യുമ്പോൾ മാത്രം എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബുള്ളിഷാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ മുഴുവൻ മുകളിലേക്കാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ സമയത്തും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്, വിന്നാവാൻ ചാൻസ് ഉള്ളത് നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കുമ്പോഴാണ്.
ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ക്യാൻഡിൽ ഏതുള്ളത്? ഗ്രീൻ ക്യാൻഡിലല്ലേ ഇവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി റെഡ് വന്നു കഴിഞ്ഞാൽ, റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ, ഈ റെഡ് ലൈൻ്റെ താഴെയാണ് മാർക്കറ്റെങ്കിൽ നിങ്ങൾ ഒരിക്കലും അപ്പിലേക്ക് ട്രേഡ് എടുക്കരുത്, നിങ്ങൾ ഡൗണിലേക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ ലൈൻ, ഇവിടെ ഗ്രീൻ ലൈൻ സ്റ്റാർട്ടായി. സ്റ്റാർട്ടായ പാടെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് അപ്പിലേക്കാണ് പോകുന്നത്. ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ് ട്രെൻഡാണ് അല്ലേ? അപ്പോൾ നോക്ക്, ഗ്രീൻ ലൈൻ ഇവിടെ വന്നു, റെഡ്ഡായി, ഗ്രീൻ ലൈൻ സ്റ്റാർട്ടായോ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുത്തു. ഇവിടെ നോക്കി, റെഡ് ലൈൻ സ്റ്റാർട്ടായോ, റെഡ് ലൈൻ സ്റ്റാർട്ടായോ, നമ്മൾ ഡൗണിലേക്ക് എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു ട്രേഡിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ട്രേഡിങ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇത്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾ നോക്കി, ഇതുണ്ടോ? ഈ റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, എവിടെയെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ നോക്കി, ഒരു അപ്പിലേക്ക് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടോ നോക്കി. എല്ലാം ഡൗണിലേക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കി, ഇവിടെ ഗ്രീൻ വന്നു, അപ്പിലേക്ക് പോയി. ഇനി ഇവിടെ എടുക്കേണ്ടത് അപ്പിലേക്ക് തന്നെയാണ്. ഇത് അവിടെ ഞാനൊരു ട്രേഡ് എടുത്തിടാം, കുറച്ച് വിട്ടുപോയി. ഓക്കെ, കുഴപ്പമില്ല. ഒരു അപ്പിലേക്ക് ഞാൻ ട്രേഡ് എടുത്തു. കാരണം എന്താണ് ഇവിടെ എന്താണ്? ഇവിടെ ഗ്രീൻ ലൈനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഗ്രീൻ ലൈനാണ്. ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ് ട്രെൻഡാണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ട്രേഡ് എടുക്കുന്നതും. ഇതൊരു ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗ്രീൻ ലൈൻ സിമ്പിളായിട്ട് ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് അപ്പിലേക്ക് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട ട്രേഡ് ഡൗണിലേക്ക് എടുക്കുക. വളരെ സിമ്പിൾ. ഇതിന് കൂടുതൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ എന്താണ് സിമ്പിളായിട്ടുള്ള? എന്താണെന്നൊന്നുകൂടെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഓർത്തേ. ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നമ്മൾ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അത് ഇത് ആന ചേന ഒന്നും പറയണ്ട. ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അപ്പിലേക്ക് എടുക്കുക. നമ്മൾ ട്രേഡ് എടുക്കുന്നത് മുകളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ്, കോള് എടുക്കുക. ഓക്കെ, കണ്ടോ? നമ്മളിത് വിന്നായി. കണ്ടോ? ഇത്രയേ ഉള്ളൂ. റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് മൊത്തം ഡൗൺ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ട്രെൻഡ് എടുക്കാൻ, റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡും, ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് മുകളിലേക്കും മാത്രം എടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇവിടെ നിങ്ങളുടെ ആരോ മാർക്ക് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഇവിടെ നോക്കിയേ, കണ്ടോ? ഡൗൺ ട്രെൻഡ് പോകുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡൗൺ ട്രെൻഡ് പോകുന്ന സമയത്ത് ഈ റെഡ് ലൈൻ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെഡ് ലൈൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഇത് ഡൗൺ ട്രെൻഡാണ്, നിങ്ങൾ ഒരിക്കലും അപ്പിലേക്ക് എടുക്കരുത്, അപ്പോൾ നിങ്ങൾ നോക്കിയത് എവിടെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടല്ലോ എന്ന്. ഇവിടെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാണ്. ഞാനിത് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേർക്കും കൂടിയിട്ടാണ്. ഇവിടെ ചിലപ്പോൾ ട്രേഡ് എടുക്കും ആര്? ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ട്രേഡ് എടുക്കും ആര്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ. പക്ഷേ മെജോറിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 98% ശ്രദ്ധിക്കണേ, 98%ഉം ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾ ഡൗണിലേക്ക് മാത്രം ട്രേഡ് എടുത്താലേ വിന്നാകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക, ഗ്രീൻ വരുമ്പോൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക, റെഡ് വരുമ്പോൾ ഡൗണിലേക്ക് ട്രേഡ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിർത്തുകയാണ്. കാരണം വെച്ചാൽ ചെറിയൊരു വീഡിയോ മതി, അതല്ലേ? ഇത് നമ്മുടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സുകളും കാര്യങ്ങളും അതൊക്കെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പഠിക്കാനുള്ളത് കുറച്ചായിരിക്കും. 1 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിച്ചു കഴിയും. ഇതിപ്പോൾ എന്താ പഠിക്കാൻ? എന്താ എളുപ്പം? റെഡ് ലൈൻ വന്നാൽ ഡൗണിലേക്ക് എടുക്കുക, ഗ്രീൻ ലൈൻ വന്നാൽ അപ്പിലേക്ക് ട്രേഡ് എടുക്കുക, തീർന്നു അല്ലേ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാനാണ് സമയം എടുക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ അഭി പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ പോയിട്ട് ഫസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് പൈസ കൊണ്ടിട്ടിട്ട് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് പൈസ കൊണ്ടിട്ട് ഇടരുത്. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് തന്നെ കുറേ ഐഡിയകൾ കിട്ടും. മനസ്സിലായോ? ഇതിന്ന് തന്നെ ഒരുപാട് ഐഡിയകളും, എവിടെയൊക്കെ ട്രേഡ് എടുക്കരുത്, എവിടെയൊക്കെ ട്രേഡ് എടുക്കണം എന്നുള്ള ഒരുപാട് ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ?
ആ ഐഡിയ പ്രകാരം നിങ്ങൾ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ എന്താ പറയുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേരാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, ചേരുക. ഓക്കെ, അതുപോലെ തന്നെ എൻജോയ് വിത്ത് അസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.